പിറ്റേന്ന് രാവിലെ അപ്പു ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ ഹോസ്റ്റലിലേക്ക് പോകാൻ റെഡിയാകണമെന്ന് അവൻ ആമിയെ ഓർമ്മിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ആമി. പോയിട്ട് വരട്ടെ ആൻറ്റി, അവൾ ആദിയുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറയില്ല മോളോട് പോകാൻ, അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവൾ അവിടെ നിന്നും ചാന്ദിനിയുടെ അടുത്തേക്ക് നടന്നു. ചേച്ചി, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ ആമി? എന്തിനാ ഇത്ര ധൃതി വെച്ച് പോകുന്നത്? ചാന്ദിനി അവളെ നോക്കി ചോദിച്ചതും അവളുടെ കണ്ണുകൾ ആദിയിലേക്ക് നീണ്ടു. അവനും ആ നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ആമി, ഞങ്ങളറിയാതെ അവൻ തന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവനെ നോക്കുന്നത് കണ്ടതും അശോക് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതിനവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. അപ്പുവിനോട് പറഞ്ഞേക്ക് ചേച്ചി, ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ടേക്ക് വരാമെന്ന്. ആമി ചാന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾക്ക് ആമിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ പോയെന്നറിഞ്ഞാൽ ഇന്ന് മൊത്തം ബഹളമായിരിക്കും. ചാന്ദിനി അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. അവൾ അശോകിൻ്റെ അടുത്തേക്ക് ചെന്ന് മൗനമായി അവനോട് യാത്ര പറഞ്ഞു. അവിടെ നിന്നും അവൾ പോയത് വിനയചന്ദ്രൻ്റെ അടുത്തേക്കായിരുന്നു. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അപ്പോഴെല്ലാം എൻ്റെ അടുത്ത ആരെയോ പോലെയാ സാർ എന്നോട് പെരുമാറിയിട്ടുള്ളത്. എനിക്കൊരു ആപത്ത് വന്നപ്പോൾ പോലും ഇവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാ എന്നെ ഇത്രയും ദിവസം കണ്ട് പരിപാലിച്ചത്. അതിനൊക്കെ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു. അതിന് നന്ദി വാക്കിൻ്റെ ആവശ്യമില്ല ആമി, എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. ഇനി അങ്ങോട്ടും ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവളൊന്ന് പുഞ്ചിരിച്ചു. അവരോടെല്ലാവരോടും ഒന്നുകൂടി യാത്ര പറഞ്ഞതിന് ശേഷം അവൾ അവൻ്റെ ഒപ്പം പോകാൻ പുറത്തേക്കിറങ്ങി. അവൾക്ക് വേണ്ടി ആദ്യ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ് തുറന്നു കൊടുത്തതും അവൾ അകത്തേക്ക് കയറി. എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം ആദ്യം ഡ്രൈവർ സീറ്റിലേക്ക് കയറി കാറെടുത്തു. ആമി ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു കൂട്ടായിരുന്നു. നിങ്ങളെല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും ആമിയും അപ്പുമോളും മാത്രമല്ലേ ഇവിടെ? ആദിയുടെ അമ്മ സങ്കടത്തോടെ അവരോട് പറഞ്ഞു. മോള് പോയതുപോലെയാണല്ലോ അമ്മയ്ക്ക് വിഷമം. അശോക് അവരെ കളിയാക്കി. അതെ, എനിക്ക് അവൾ മോളെപ്പോലെ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റണേന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അവർ പറഞ്ഞതും ചാന്ദിനിയും അശോകും സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അശോക് അവരോട് ചോദിച്ചു. അവർ വിനയചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയതും അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മയും അച്ഛനും കൂടി എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അവരുടെ ചിരി കണ്ട് ചാന്ദിനി സംശയത്തോടെ അവരോട് പറഞ്ഞു. അത് ഏട്ടനൊരാഗ്രഹമുണ്ട്. അതും പറഞ്ഞ ആമയുടെയും ആദിയുടെയും കാര്യം അവരോട് രണ്ടുപേരോടും പറഞ്ഞു. ബെസ്റ്റ്, ഇപ്പം നടന്നത് തന്നെ. അശോക് ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവരെ നോക്കി. അശോകേട്ടൻ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ നിൽക്കണ്ട, അത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ചാന്ദിനി അവനെ നോക്കി പറഞ്ഞു. എന്ത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദ്യം ഇതിനൊക്കെ സമ്മതിക്കുമെന്ന്? അല്ലെങ്കിൽ തന്നെ ആ കുട്ടി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയെന്നൊക്കെയല്ലേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ആ കുട്ടിക്ക് പെട്ടെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? അശോക് സംശയത്തോടെ അവളെ നോക്കി. അശോകേട്ടൻ പറയുന്നത് ശരിയാ. ആമിയുടെ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. പക്ഷെ ആദിയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷെ നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞാനും പറഞ്ഞേനെ ആദ്യം ഒരിക്കലും അത് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. ഞങ്ങൾ പെൺപിള്ളേരോട് അവനെ തീർത്താ തീരാത്ത വെറുപ്പല്ലായിരുന്നോ? പക്ഷേ എങ്കിൽ ആമി വീട്ടിൽ വന്നതിന് ശേഷം ആ വെറുപ്പൊന്നും ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇതുവരെ കാണാത്തൊരാദിയായിരുന്നു ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ആ കുട്ടിയെ സെക്രട്ടറിയായിട്ട് അച്ഛനെടുത്ത ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു ആദ്യം ഇവിടെ കാണിച്ചു കൂട്ടിയ പുകില്? ആമിയുടെ കാര്യം പറയുന്നത് പോലും അവന് വെറുപ്പായിരുന്നു. പക്ഷെ അവളോടുണ്ടായിരുന്ന ആ വെറുപ്പിൽ പകുതിയുടെ ഒരു അംശമെങ്കിലും അവൻ ഈ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, ഇതുവരെ കാണാത്ത ആദിയാണ് ഞാൻ കണ്ടതും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും സംശയത്തോടെ അവളെ നോക്കി. നിങ്ങൾ കണ്ടിട്ടില്ലേ ആദ്യം ആമിയെ നോക്കുന്നതൊക്കെ? നമ്മൾ ഹാളിൽ TV കാണുമ്പോഴും കഴിക്കാനിരിക്കുമ്പോഴും ഒക്കെ ആദിയുടെ കണ്ണുകൾ അവളിലായിരുന്നു. അവൻ്റെ വിചാരം ഇതൊന്നും ആരും കാണുന്നില്ലെന്നാ, ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെയാ. പക്ഷേ ഇതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ആദിക്ക് എന്തോ ഒരു ചാൻസാട്ട് ആ കുട്ടിയോടുണ്ട്. അത് നമ്മൾ കരുതുന്നത് പോലെ ആണോന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ നല്ലത്. മോള് പറഞ്ഞപ്പോഴാ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ആമിക്ക് ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. തലേന്നത്തെ കാര്യം ഓർത്തതുപോലെ ആദിയുടെ അമ്മ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അതെന്താണെന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അവരുടെ മുഖത്തേക്ക് നോക്കിയതും അപ്പുവിൻ്റെ ബഹളം കേട്ട് അവർ ഹാളിലേക്ക് ഇറങ്ങി വന്നതും അപ്പു അവരോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചാന്ദിനിയോടും അശോകിനോടും അവർ പറഞ്ഞു. ഓ, അപ്പോൾ ഇതിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ?
അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും ആമി ഇവിടെ നിന്നും പോകണമെന്ന് വാശി പിടിക്കാനുള്ള കാരണം. ഒരുപക്ഷെ ആ കുട്ടിക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് കാണില്ല. ചാന്ദിനി പറഞ്ഞതും അത് ശരിയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി. ആദിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചികഞ്ഞെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അശോക് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു. അപ്പു ഇനി ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ചാന്ദിനി മുകളിലേക്ക് നോക്കി ആരോടെന്നില്ലാതെ പറഞ്ഞു, ഇത്രയും ദിവസം എനിക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആമി അവളെ പൊന്നുപോലെയാ നോക്കിയത്. ഞാൻ പറഞ്ഞ അപ്പു ഫുഡ് കഴിക്കില്ല, പക്ഷെ ആമി കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ മുഴുവനും കഴിക്കുമായിരുന്നു. ആദിയുടെ അമ്മ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അത് ശരിയാണെന്ന് അവർക്കും തോന്നി. ഹോസ്റ്റലിലേക്കുള്ള യാത്രയിലാണ് ആദിയും ആമിയും. എടോ, തനിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഒന്നും മിണ്ടാതിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി ആദി ഡ്രൈവിങ്ങിനിടയിൽ ചോദിച്ചു. എനിക്കൊരു ദേഷ്യമില്ല സർ, അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. താൻ ഇനി എന്നു മുതലാ ഓഫീസിലേക്ക് വരുന്നത്? അവൻ ചോദിച്ചു. നാളെ തന്നെ വരാമെന്നാ കരുതുന്നത്, അവൾ മറുപടി പറഞ്ഞതും അവനൊന്ന് മൂളി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ഹോസ്റ്റലിന്റെ മുൻപിലെത്തി. അവൾ വരികയാണെന്ന് സാൻഡ്രയോട് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ സാൻഡ്ര റൂമിന്റെ താക്കോൽ താഴെ ഓഫീസിൽ കൊടുത്തിട്ടായിരുന്നു പോയത്. അവിടെ നിന്ന് കീയും വാങ്ങിച്ച് അവൾ തന്റെ മുറിയിലേക്ക് നടന്നു. അവൾ അകത്തേക്ക് കയറി പോകുന്നത് വരെയും അവൻ കാറിൽ അവളെ നോക്കിയിരുന്നു. ശേഷം കാർ എടുത്തു. ഉറക്കം എഴുന്നേറ്റ് അപ്പു ആമിയെ കാണാതെ ഭയങ്കര ബഹളമായിരുന്നു. ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞാണ് അവളെ എല്ലാവരും സമാധാനിപ്പിച്ചത്. ആദിയുടെ അമ്മ ആമിയെ വീഡിയോ കോൾ ചെയ്ത് അപ്പുവിന് കാണിച്ചു കൊടുത്തു. ആമിയമ്മേ, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അപ്പു മോളെ, എന്തിനാ കരയുന്നേ? ആമി അതിനവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ആമിയമ്മ എന്നാ കൊച്ചച്ഛനെ കല്യാണം കഴിച്ചെന്നേ? പെട്ടെന്നുള്ള അപ്പുവിൻ്റെ ചോദ്യം കേട്ട് ആമി ഒന്ന് ഞെട്ടി. പെട്ടെന്ന് അവളുടെ അടുത്തിരുന്ന ആദിയുടെ അമ്മ അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. അത് മോളെ, കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ. അവർ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. പെട്ടെന്ന് അപ്പു അവരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. മുത്തച്ഛി പറഞ്ഞല്ലോ കൊച്ചച്ഛനെ കല്യാണം കഴിച്ച ആമിയമ്മ ഇവിടേക്ക് വരുമെന്ന്. ആമിയമ്മ പെട്ടെന്ന് കൊച്ചച്ഛനെ കല്യാണം കഴിച്ചനെ. അപ്പുവിന് ആമിയമ്മ എപ്പോഴും കൂടെ കാണണം. നിഷ്കളങ്കമായി അപ്പു അവളോട് പറഞ്ഞത് കേട്ടതും അവൾക്ക് തിരികെ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൾ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. ആദിയുടെ അമ്മയും പെട്ടെന്ന് വല്ലാതെയായി. അവൾ ഒന്നും മിണ്ടാതെ ഫോൺ വെച്ചതും അവർക്ക് വിഷമം വന്നിരുന്നു. അപ്പു ഒരിക്കലും അവളോട് അങ്ങനെ കയറി ചോദിക്കുമെന്ന് അവർ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. അപ്പു എന്തിനാ ആമിയമ്മയോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? ആമിയമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? അവർ പെട്ടെന്ന് കുഞ്ഞിനെ നോക്കി പറഞ്ഞതും അവൾ അബദ്ധം പറ്റിയതുപോലെ അവരെ നോക്കി. സാരമില്ല, അപ്പുമോൾ ഇനി ഇങ്ങനെയൊന്നും ആരോടും പറയരുത് കേട്ടോ. അത് ഞാനും അപ്പുമോളും തമ്മിലുള്ള സീക്രട്ട് അല്ലേ? സീക്രട്ട് നമ്മൾ ആരോടും പറയില്ലല്ലോ അല്ലേ? അവർ എങ്ങനെയൊക്കെയോ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി അപ്പോൾ ആരോടും മിണ്ടില്ല, അവൾ സ്വയം വാപൊത്തി പറഞ്ഞതും അവർ ചിരിച്ചു. എപ്പോഴാ കൊച്ചച്ഛൻ അമ്മയമ്മയെ കല്യാണം കഴിച്ചെന്നേ? അവൾ വീണ്ടും സംശയത്തോടെ അവരോട് ചോദിച്ചു. അതിന് കുറേ ദിവസങ്ങൾ കൂടി കഴിയണം. അതുവരെ അപ്പോൾ ആരോടും പറയല്ലേ, സീക്രട്ടാണേ. അവർ രഹസ്യം പറയുന്നത് പോലെ കുഞ്ഞിനോട് പറഞ്ഞതും അവൾ തലയാട്ടി. എന്നാൽ അപ്പുവിനോട് സംസാരിച്ച് ഫോൺ വെച്ച് അവളുടെ മനസ്സ് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. തൻ്റെ മുൻപിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. രാത്രിയിൽ ചേച്ചി കഴിക്കാൻ വരുന്നില്ലേ? എന്തോ ആലോചനയോടെ ഇരിക്കുന്ന ആമയെ നോക്കി സാൻഡ്ര സംശയത്തോടെ ചോദിച്ചു. എനിക്ക് വിശപ്പില്ലടി, നീ പോയി കഴിച്ചിട്ട് വാ, അവൾ മറുപടി പറഞ്ഞു. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ചേച്ചിക്ക് എന്താ പറ്റിയേ? അവരെയൊക്കെ മിസ് ചെയ്യുവാണോ? അതിൻ്റെയാണോ ഈ വിഷമം? അവൾ ചോദിച്ചതും ആമയൊന്ന് പുഞ്ചിരിച്ചു. അപ്പുവിനെ ഓർത്തപ്പോൾ എന്തോ. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടായത് കുഞ്ഞിനോടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും അവളായിരിക്കും. എപ്പോഴും 24 മണിക്കൂറും അവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ആദ്യത്തെ ദിവസം എൻ്റെ കൂടെ കിടന്നപ്പോൾ ഒന്ന് കരഞ്ഞു. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾ എൻ്റെ ഒപ്പമാണ് കിടന്നത്. ഇന്നലെ ആദ്യമായിട്ട് ഞാൻ അപ്പുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. അത് പറയുമ്പോൾ ആമയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെന്തിനാ ചേച്ചി? അത് കേട്ട് സാൻഡ്ര സംശയത്തോട് ചോദിച്ചു. അത് കേട്ട് ആമി ഞെട്ടി. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആമയെ ഓർത്തത്. അത് അവൾ എന്തോ പറയാനായി തുടങ്ങിയതും സാൻഡ്രയ്ക്ക് കോള് വന്നു. വീട്ടിൽ നിന്നാ. ചേച്ചി ഫുഡ് വേണ്ടെന്ന് ഉറപ്പാണോ? സാൻഡ്ര ഒന്നുകൂടി ചോദിച്ചു. വേണ്ട, ആമി പറഞ്ഞു. എങ്കിൽ ഞാൻ പോയിട്ട് വരാവേ. അതും പറഞ്ഞ് സാൻഡ്ര ഫോണുമായി പോയതും ആമി ഓരോ ചിന്തയോടെ ഇരുന്നു. ആമിക്ക് അപ്പുവിനെയാണ് മിസ് ചെയ്തതെങ്കിൽ അവിടെ അപ്പുവിനോടൊപ്പം മറ്റൊരാൾ കൂടി അവളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ആമി അറിഞ്ഞില്ല. ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ് ആദി. രാവിലെ മുതൽ അവന് വല്ലാത്തൊരു മിസ്സിംഗ് ആയിരുന്നു. ഓഫീസിൽ ചെല്ലുമ്പോൾ അവളെ കണ്ടില്ലെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഉറങ്ങുന്നത് വരെയും അവളെ കണ്ടിരിക്കാമെന്നായിരുന്നു അവന്. അവളുടെ സാന്നിധ്യം അറിയാനൊക്കെ കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ശൂന്യത പോലെ അവന് തോന്നി. എന്തൊക്കെയോ ചിന്തിച്ച് അവൻ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായിരിക്കുമ്പോഴാണ് ആമിയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോണിലേക്ക് നോക്കിയതും അയാൻ സാർ എന്ന് കണ്ടു. അവൾ സംശയത്തോട് കോൾ എടുത്തു. ആമി, നീ റെഡിയായി നിൽക്കുവാണോ? എടുത്ത പാടെ അവൻ സംശയത്തോട് ചോദിച്ചു.
റെഡി ആയിക്കൊണ്ടിരിക്കുക സർ. എന്താ? എങ്കിൽ താനും സാൻഡ്രയും റെഡിയായി താഴെ നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ വാതിലിൽ നിന്നാൽ മതി. ഞാൻ വരാം. താൻ കൈവയ്യാതെ ബസ്സിലൊന്നും പോണ്ട. അതൊന്നും സാരമില്ല സർ. നമ്മുടെ നാട് പോലെ അല്ലല്ലോ, തിക്കും തിരക്കൊന്നും ഇല്ലല്ലോ. ഞങ്ങളങ്ങ് വന്നോളാം. അവൾ മറുപടി പറഞ്ഞു. ഹാമി, താൻ എന്തിനിങ്ങനെ എല്ലാ കാര്യത്തിനും വാശി കാണിക്കുന്നത്? ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി. ഞാനൊരു 50 മിനിറ്റ്സിനുള്ളിൽ എത്തും. അതും പറഞ്ഞ് അവളുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ അവൻ തന്നെ ഫോൺ കട്ട് ചെയ്തു. എന്താ ചേച്ചി സാർ പറഞ്ഞേ? സാൻഡ്ര സംശയത്തോട് ചോദിച്ചു. അത് സാർ കാർ കൊണ്ട് വരാന്നാ പറയുന്നേ. നമ്മൾ ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. ആ, അതെന്തായാലും കാര്യമായി. അവൾ പറഞ്ഞതും ആമി മറുപടിയൊന്നും പറഞ്ഞില്ല. സാറിപ്പോൾ പഴയതുപോലെയൊന്നും അല്ലെന്ന് ഓഫീസിലൊരു സംസാരമുണ്ട്. അവൾ കണ്ണുകൾ എഴുതിക്കൊണ്ട് പറഞ്ഞതും ആമി സംശയത്തോടെ അവളെ നോക്കി. ചേച്ചി സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷമാണ് സാറിന് മാറ്റമെന്നാണ് എല്ലാവരും പറയുന്നത്. അയാൻ സാറിന് സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി വരണമെന്നുള്ള വിനയചന്ദ്രൻ സാറിൻ്റെ ഐഡിയ ബലം കണ്ടു എന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. സാന്ദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആമി ഒന്നും മിണ്ടിയില്ല. ചേച്ചി ഒരുങ്ങിക്കഴിഞ്ഞേ വാ, സാറിപ്പോൾ വരുമായിരിക്കും. അതും പറഞ്ഞ് സാന്ദ്ര ഇറങ്ങിയതും ആമിയും അവളുടെ ഒപ്പം ചെന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ കാറുമായി അവിടേക്ക് വന്നു. രണ്ടുപേരും പുറകിലത്തെ സീറ്റിലേക്ക് കയറാൻ തുടങ്ങി. രണ്ടുപേരും കൂടി അവിടെ കയറിയാ എന്നെ ഡ്രൈവറാക്കാനുള്ള പരിപാടിയാണോ? അവൻ തിരിഞ്ഞിരുന്ന് സംശയത്തോട് ചോദിച്ചു. ചേച്ചി ഫ്രണ്ടിൽ കയറിക്കോ. സാന്ദ്ര അകത്തേക്ക് കയറിയിരുന്നു കൊണ്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആമി ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ പുറകിലത്തെ ഡോർ അടച്ചതിന് ശേഷം കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കിയതും ആമി അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടേക്ക് തന്നെ കയറി. ബാക്കിൽ കയറിയ സാന്ദ്ര ഹെഡ്സെറ്റൊക്കെ വെച്ച് ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആമിക്ക് അവനെ ഫേസ് ചെയ്യാനുള്ള മടിയുള്ളത് കൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ അവൻ്റെ കണ്ണുകൾ അറിയാതെ ആമിയെ തിരിഞ്ഞുപോയി. അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല, മുഖത്തേക്ക് പോലും നോക്കുന്നില്ല എന്ന് അവന് മനസ്സിലായി. അവൾക്ക് ഇപ്പോഴും ആ ഒരു ചളുപ്പ് മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെന്ന് അവന് തോന്നി. ആമി, അവൻ വിളിച്ചതും പെട്ടെന്ന് അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. താനെന്താ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്? അവൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ വെറുതെ. അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. അപ്പു ഇന്നലെ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ അവിടെ നിന്നും ആരും തന്നെ വിളിക്കാഞ്ഞത്. അവൻ സീരിയസ് ആയിട്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. രാത്രി ആയപ്പോഴേക്കും തന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഏട്ടത്തിക്കും ഏട്ടനും നൈറ്റ് ആയതുകൊണ്ട് അവരും വീട്ടിലില്ലായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം കിടത്താന്ന് കരുതിയെങ്കിലും അപ്പു തന്നെ കാണണമെന്നും തൻ്റെ കൂടെ കിടക്കണമെന്നും പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാനാണ് കൂടെ കിടത്തിയത്. അവൻ പറഞ്ഞതും അത് കേട്ട് അവൾക്ക് വിഷമം തോന്നി. എനിക്കറിയാം തനിക്കിത് കേൾക്കുമ്പോൾ വിഷമമാകുമെന്ന്. ഇന്നലെ രാത്രി അമ്മ എന്നോട് പറഞ്ഞതാ തന്നെ വിളിച്ച് കാര്യം പറയാൻ. അപ്പുവിനോട് കുറച്ചു നേരമെങ്കിലും തന്നെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ പറഞ്ഞതാ. ഞാനാ അത് വേണ്ടാന്ന് പറഞ്ഞത്. വെറുതെ തൻ്റെ ഉറക്കം കൂടി നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്ന് തോന്നി. താനെന്ത് മായാജാലമാണോ കാണിച്ചത്? തനിക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എല്ലാവരെയും കയ്യിലെടുക്കാൻ പറ്റിയത്? അവൻ ചെറിയ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അവരുടെ ഓഫീസ് എത്തിയിരുന്നു. സാൻഡ്ര തൻ്റെ ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് മാറ്റി പുറത്തേക്കിറങ്ങി. ഒരുപാട് താങ്ക്സ് ഉണ്ട് സർ, സാൻഡ്ര അവനോട് പറഞ്ഞതും അവൻ ചിരിയോടെ തലയാട്ടി. ആമി ചേച്ചി വൈകിട്ട് കാണാം കേട്ടോ. അവൾ ആമിയോടും പറഞ്ഞതിന് ശേഷം ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. ആമി, ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവളെ നോക്കി അവൻ വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അന്നത്തെ സംഭവം ഇപ്പോഴും തന്നെ മനസ്സിൽ കിടപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ തന്നോടിപ്പോൾ ഒരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. ഇനിയും താനത് മറക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ? എടോ, അത് കുഞ്ഞ് തമാശയ്ക്ക് വെറുതെ ചെയ്തതാ. താനത് ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചിലർക്ക് ചില കാര്യങ്ങൾ തമാശയാണ് സർ, പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആകണമെന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവം അയാളുടെ ജീവിതത്തിൽ വരണം. അതല്ലാതെ ഇനി എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ സംഭവം മറക്കാൻ കുറച്ച് സമയം വേണം. അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൻ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ വിരൽ കൊണ്ട് താളം പിടിച്ച് അവൾ പോകുന്നത് നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു. അകത്തേക്ക് കയറി വന്ന അവളെ കണ്ടതും എല്ലാ സ്റ്റാഫുകൾക്കും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തങ്ങളുടെ മുതലാളിയെ മാറ്റിയെടുത്ത പെണ്ണാണെന്നുള്ള ഒരു ബഹുമാനമോ സ്നേഹമോ ഒക്കെ എല്ലാവർക്കും തോന്നി. സാധാരണ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുകയും പരിഹസിക്കുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യുന്ന ആദി തീർത്തും വ്യത്യസ്തമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. അതിൻ്റെ പ്രധാന കാരണക്കാരി ആമിയാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തിരുന്നില്ല.